ഈ സമയം മന്ത്രവാദിനി സ്വയമേ പുറത്തു പോകാനുള്ള വഴി തേടി നടക്കുന്നു. അവളെ പിന്തുണച്ച് കുറച്ചുപേരും. പക്ഷേ അധികം താമസിയാതെ എതിർ ടീമിന് മുന്നിൽ വന്ന അവരിൽ നിന്നും തന്ത്രപരമായി അവൾ മാത്രം രക്ഷപ്പെടുന്നു. ബാക്കിയുള്ള എല്ലാവരെയും അവൾ കൊലക്കി കൊടുക്കുന്നു. രക്ഷപ്പെട്ട് ഓടുന്ന വഴി അവൾ കാങ്ങുമായി കൂട്ടിയിടിക്കുന്നു. അവിടെ നിന്നും ധൃതിയിൽ പോയ അവൾ അറിയാതെ സിയോങ്ങിന് മുന്നിൽ വന്നുപെടുന്നു. അപ്പോൾ അവൾ പറയുന്നു, നീ തേടി നടക്കുന്ന കാങ്, അവനെ ഞാൻ ഇപ്പോൾ കണ്ടു. അവൻ ആ വഴിയാണ് പോയത്. അവൻ്റെ കാറിൽ പരിക്ക് പറ്റിയിട്ടുണ്ടാ. നിലത്തുള്ള ചോരത്തുള്ളി ഫോളോ ചെയ്തു പോയാൽ നിനക്കവനെ പിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രതികാരം നിനക്ക് തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് തന്ത്രപരമായി സിയോങ്ങിന്റെ ശ്രദ്ധ തിരിച്ച് അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം അവൾ മുന്നിൽ കണ്ട മുറിയിലേക്ക് കടന്നപ്പോൾ മുകളിൽ എക്സിറ്റ് എന്ന് എഴുതിയത് കാണുന്നു. ആയതിനാൽ പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന അവൾക്ക് മനസ്സിലാവുന്നു, ആ വാതിൽ തുറക്കണമെങ്കിൽ 3 ആകൃതിയിലുള്ള താക്കോൽ വേണം. അവൾ അതന്വേഷിച്ച് പുറത്തിറങ്ങുന്നു. അതേസമയം നമ്മുടെ ബിസിനസ്മാൻ, ഒരുപാട് കടമുള്ള, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി എന്ത് നിറകേടും ചെയ്യുന്ന ആൾ എങ്ങനെയോ രക്ഷപ്പെട്ട് മുന്നേറുകയായിരുന്നു. ശേഷം ഇവർ രണ്ടുപേരും കാണുകയും ഒരുമിച്ച് രക്ഷപ്പെടാമെന്ന് പറയുകയും താക്കോൽ സംഘടിപ്പിച്ച് അവളുടെ നിർദ്ദേശപ്രകാരം ആ റൂം ലക്ഷ്യമാക്കി മുന്നോട്ട്